പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ നീലപ്പെട്ടി വിവാദത്തിൽ CPIM വാദം പൊളിയുന്നു. ആരോപണത്തിൽ തെളിവ് കണ്ടെത്താനായില്ല എന്നാണ് പോലീസ് റിപ്പോർട്ട്. കേസിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കുകയാണെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് 24നോട് പറഞ്ഞു. മന്ത്രി MB രാജേഷും CPIM ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. പാതിരാ നാടകം 6 കാര്യങ്ങൾ അവർക്ക് എതിരായി തിരിച്ചു വന്നു. 1 കത്ത് നാടകം, 1 പാതിരാ നാടകം, 3 പെട്ടി നാടകം, പിന്നെ സ്പിരിറ്റ് നാടകം, പിന്നെ പരസ്യ നാടകം, ഇല്ലേ, പിന്നെ സന്ദീപ് വാര്യരെ സംബന്ധിച്ച വിവാദം. 6 കാര്യങ്ങൾ CPM ഉണ്ടാക്കി. BJPക്കെതിരെയല്ല, കോൺഗ്രസിനെതിരെ. 3ാം സ്ഥാനം ഉറപ്പിച്ചിട്ട് കോൺഗ്രസിനെ തോപ്പിച്ച് BJP ജയിപ്പിക്കാനുള്ള അന്തരീക്ഷമാണ് അവരവിടെ ഉണ്ടാക്കിയത്. അത് ഞാൻ ഒരു മന്ത്രിയും അദ്ദേഹത്തിന്റെ അളിയനും നടത്തിയ രാഷ്ട്രീയ നാടകമായിരുന്നു പെട്ടി വിവാദമെന്ന് നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. മന്ത്രിയുടെ അളിയൻ BJPയുടെ നേതാവ് ഈ ഒരു 3-4-5 പേരുടെ ഒരു കൂട്ടായ്മ, അതായത് വാട്സാപ്പ് ഗ്രൂപ്പ്, ഞാൻ അങ്ങനെ പറയത്തില്ല, ഇവരുടെ ഒരു കൂട്ടായ്മയിലൂടെ വിരിഞ്ഞ ആശയം, ആവിഷ്കാരം, സംവിധാനം എല്ലാം ഇവരുണ്ട്. പെട്ടിയും ചീറ്റിപ്പോയി, തെരഞ്ഞെടുപ്പ് പ്രപ്പകണ്ടയും ചീറ്റിപ്പോയെന്ന് K. മുരളീധരൻ. അല്ലെങ്കിൽ അത് അന്നേ ചീറ്റിപ്പോയതല്ലേ, അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയുടെ ആവശ്യമില്ല. അതും ചീറ്റിപ്പോയി, ഇലക്ഷനിൻ്റെ അവരുടെ എല്ലാ പ്രോപ്പഗാൻഡയും ചീറ്റിപ്പോയി. അതുകൊണ്ട് വെട്ടി, പക്ഷേ അർദ്ധരാത്രി കതക് മുട്ടിയ സംഭവത്തിൽ അത് പാർട്ടി ഗൗരവത്തിൽ തന്നെ എടുക്കും. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. നിഖിൽ പ്രമേശ് വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. നിഖിൽ, ഈ പോലീസിന്റെ റിപ്പോർട്ടിനോടുള്ള CPMന്റെ പ്രതികരണം എന്താണ്? അതാണല്ലോ വളരെ കൗതുകമുള്ളത്. വിജയകുമാർ, ഇതുവരെ CPM അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല. ജില്ലാ സെക്രട്ടറി അടക്കം നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹമാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകിയത്. എന്തായാലും ആ കേസ് ഇനിയിപ്പോൾ തുടരന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് ജില്ലാ പോലീസ് മേധാവി തന്നെ നമ്മളോട് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ കേസിൽ ഇനി തുടരന്വേഷണമില്ല. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് പാലക്കാട് ചെലവഴിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ കള്ളപ്പണം എത്തിച്ചു എന്നുള്ള CPM ജില്ലാ സെക്രട്ടറിയുടെ പരാതി, ആ പരാതി അന്വേഷിച്ച് അതിൽ പ്രാഥമികമായ ഒരു തെളിവും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ആ കേസ് അവസാനിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് UDFന് ഒരു ക്ലീൻ ചീറ്റ് നൽകുന്നു. അവർ തുടക്കം മുതൽ ഉന്നയിച്ചു വരുന്ന വിഷയങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ മാറിയിട്ടുള്ളത്. വിജയകുമാർ. യെസ്, നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട്. ഇക്കാര്യത്തിൽ എന്താണ് CPMന്റെ പാലക്കാട്ടെ ജില്ലാ നേതൃത്വത്തിനും ഒക്കെ പറയാനുള്ളത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ പ്രതികരണം വൈകാതെ ഉണ്ടായി.